നമസ്തേ. ഓം ശ്രീ കൃഷ്ണ ഗംഗാദേവി ജ്യോതിഷാലയം ജ്യോതിഷ പഠന സഹായി. ജ്യോതിഷ പഠന സഹായിയിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മുഹൂർത്ത വിഷയത്തിൽ യോഗം നക്ഷത്രം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്തത് നാലാമത്തത് യോഗം രോഗനിവാരണം. വിഷ്കംഭ നാമ നിത്യയോഗം. കൂനു കാമം ധനം മിശ്രം ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് വിഷ്കംഭ നിത്യയോഗം. പ്രീതി നാമ നിത്യയോഗം. ഗുരുപൂജ ഗുണവാൻ ശുഭഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ്. ആയുഷ്മാൻ നാമ നിത്യയോഗം. ആയുസ് കീർത്തി പാണ്ഡിത്യം അതിശുഭം നൽകുന്ന ഒരു നിത്യയോഗമാണ്. സൗഭാഗ്യ നാമ നിത്യയോഗം. ആയുസ് കീർത്തി കോമളൻ ധനികൻ കാമി ശുഭമായിട്ടുള്ള ഒരു നിത്യയോഗമാണ് സൗഭാഗ്യ നിത്യയോഗം. ശോഭനം നാമ നിത്യയോഗം. സമ്പത്ത് സുഖം ശുഭം ആയിട്ടുള്ള നിത്യയോഗമാണ്. അതികണ്ഠ നാമ നിത്യയോഗം. ജ്ഞാനി കോപി കലഹപ്രിയൻ അശുഭമായിട്ടുള്ള നിത്യയോഗമാണ്. സുകർമ്മ നിത്യയോഗം. ഗുണവാൻ സൽക്കർണി അതിശുഭമായിട്ടുള്ള നിത്യയോഗമാണ്. സ്വാതി നിത്യയോഗം. ശ്രീമാൻ കാമി വാഗ്മി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് സ്വാതി നിത്യയോഗം. ശൂലം നാമ നിത്യയോഗം. കോപി കലഹപ്രിയൻ അഭിമാനി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് ശൂലം നിത്യയോഗം. ഗണ്ഡം നാമ നിത്യയോഗം. വ്യസനം കുലനാശനം അശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നാമയോഗമാണ് ഗണ്ഡം നാമ നിത്യയോഗം. വൃദ്ധിക നാമ നിത്യയോഗം. സമ്പത്ത് പാണ്ഡിത്യം അതിശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് വൃദ്ധിക നാമ നിത്യയോഗം. ധ്രുവം നാമ നിത്യയോഗം. സ്ഥിര വാക്ക് പ്രഭുത്വം ശുഭഫലം നൽകുന്ന നാമനിത്യയോഗമാണ് ധ്രുവം നാമനിത്യയോഗം. വ്യാഘാതം നാമനിത്യയോഗം. കോപി ക്രൂരൻ മാനി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നാമനിത്യയോഗമാണ് വ്യാഖ്യാതം നിത്യയോഗം. ഹർഷണം നാമനിത്യയോഗം. സത്യൻ കുലമുഖൻ ശുഭമായിട്ടുള്ള നാമനിത്യയോഗമാണ്. വജ്ര നാമനിത്യയോഗം. അർത്ഥം ഉപകാരസ്മരണം മിശ്രിതമായിട്ടുള്ള നിത്യയോഗമാണ് വജ്രം നാമ നിത്യയോഗം. സിദ്ധി നാമ നിത്യയോഗം. ഐശ്വര്യം സിദ്ധി ബലം അതിശുഭമായിട്ടുള്ള ഒരു നാമ നിത്യയോഗമാണ് സിദ്ധി നാമ നിത്യയോഗം. വ്യാധിപാദം നാമ നിത്യയോഗം. ഉത്സാഹി മൂർഖൻ മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് വ്യാധിപാദം നിത്യയോഗം. വരിയാൻ നാമ നിത്യയോഗം. സദാചാരി പരാക്രമം ശുഭമായിട്ടുള്ള നിത്യയോഗമാണ്. പരിലേ നാമ നിത്യയോഗം. നീർഖൻ നിന്ദ്യൻ അശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് പരിലേ നാമ നിത്യയോഗം. ശിവ നിത്യയോഗം. ധനികൻ ധർമ്മി സുഖി അതിശുഭമായിട്ടുള്ളൊരു നിത്യയോഗമാണ് ശിവ നിത്യയോഗം. പരിഖ നിത്യയോഗം. സിദ്ധൻ ശ്രേയസ് അതിശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് പരിഖ നിത്യയോഗം. സാധ്യ നാമ നിത്യയോഗം. വിദ്വാൻ ഏക്ഷണി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് സാധ്യ നിത്യയോഗം. ശുഭ നിത്യയോഗം. ശുഭൻ സമ്പത്ത് അതിശുഭനായിട്ടുള്ള നിത്യയോഗമാണ് ശുഭ നിത്യയോഗം. ശുഭ്ര നിത്യയോഗം. ധനം വിദ്യ മൂർഖൻ മിശ്രിതമായിട്ടുള്ളൊരു നിത്യയോഗമാണ് ശുഭ്ര നിത്യയോഗം. ബ്രഹ്മ നിത്യയോഗം. ജ്ഞാനി ധനം അതിശുഭനായിട്ടുള്ള നിത്യയോഗമാണ് ബ്രഹ്മ നിത്യയോഗം. മഹേന്ദ്രം നാമ നിത്യയോഗം. ധനം ഐശ്വര്യം ജ്ഞാനം അതിശുഭമായിട്ടുള്ള നിത്യയോഗമാണ് മഹേന്ദ്രം നാമ നിത്യയോഗം. വൈദ്യാദിതൻ നാമ നിത്യയോഗം. സത്യം ധനം സുഖം ശുഭമായിട്ടുള്ള നാമനിത്യയോഗമാണ് വൈദ്യാദീൻ നാമ നിത്യയോഗം. 5 കരണം കാര്യസിദ്ധിച്ച എന്നാണ് പ്രമാണം. ചരകരണങ്ങൾ
സിംഹകരണം, പുലി വ്യാഘ്രം, പന്നി വരാഹം, കഴുത ആന, പശു സുരഭി, വൃഷ്ടി പട്ടി. ഇങ്ങനെ 7 ചരകരണങ്ങളാണുള്ളത്. അതിൽ സിംഹകരണം നൽകുന്ന ഫലം ബലം, പരാക്രമം, ദീർഘായുസ്. ശുഭമായിട്ടുള്ള കരണമാണ് സിംഹകരണം. പുലി അഥവാ വ്യാഘ്രം സ്വത്വം, സ്വതന്ത്രശീലം, അല്പായുസ്. ഇത് മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന കരണമാണ് പുലി വ്യാഘ്രം കരണം. പന്നി അഥവാ വരാഹം കരണം സുഖം, ദുഃഖം, ധനം. മിശ്രമായിട്ടുള്ള ഫലം നൽകുന്ന കരണമാണ് പന്നി വരാഹം കരണം. കഴുത ധാരണാശക്തി, ചപലത. മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന കരണമാണ് കഴുതകരണം. ആന ബലം, പ്രസിദ്ധി, നീണ്ട വിരോധം. മിശ്രിതമായിട്ടുള്ള ഫലമാണ് ആനകരണവും നൽകുന്നത്. പശു സുരഭി ദുഃഖം, രോഗം, കാമം. മിശ്രിതമായിട്ടുള്ള ഫലമാണ് സുരഭികരണം നൽകുന്നത്. വൃഷ്ടി അഥവാ പട്ടി കലഹം, കോപം, ദാരിദ്ര്യം. അശുഭമായിട്ടുള്ള കരണമാണ് വൃഷ്ടി പട്ടികരണം. സ്ഥിരകരണങ്ങൾ പൂളുകരണം ജ്ഞാനി, അല്പധനം. മിശ്രിതമായിട്ടുള്ള ഫലമാണ് പൂളുകരണം നൽകുന്നത്. നാൽക്കാലി ചതുഷ്പാദ് ബുദ്ധി, വിദ്വാൻ, ദീർഘായുസ്. ശുഭമായിട്ടുള്ള കരണമാണ് നാൽക്കാലി. പാമ്പ് ബുദ്ധി, വിദ്യ, കോപം. മിശ്രിതമായിട്ടുള്ള ഫലമാണ് പാമ്പ് കരണം നൽകുന്നത്. പുഴുക്കരണം ബലവാൻ, അനുഭവ സുഖമില്ല. മിശ്രിതമായിട്ടുള്ള ഫലമാണ് പുഴുകരണങ്ങൾ നൽകുന്നത്. മുഹൂർത്തം പ്രപഞ്ചത്തിൽ നിന്നും ഭൂമിയിലേക്ക് സദാസമയവും കമ്പനങ്ങൾ, പ്രകാശ തരംഗങ്ങൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അവ അനുകൂലങ്ങളും പ്രതികൂലങ്ങളും ആണ്. അശുഭകരങ്ങളായ കമ്പനങ്ങളെ മാറ്റി ശുഭകരങ്ങളായ കമ്പനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ശുഭമുഹൂർത്തം എന്ന് പറയുന്നത്. നാട്ടുനടപ്പനുസരിച്ച് പല രാജ്യങ്ങളിലും പല കാര്യങ്ങളിലും പലതരത്തിലുള്ള മുഹൂർത്തങ്ങളുണ്ട്. മുഹു ത്രയതേ ഇതി മുഹൂർത്തം അമരകോശത്തിൽ പറയുന്ന പ്രമാണമാണ്. മുഹൂർത്തത്തിന് സർവദോഷങ്ങളും മാറ്റി എടുക്കുക സാധ്യമല്ല. ഗുണ ആധിക്യവും ദോഷ ന്യൂനതയും ആണ് മുഹൂർത്ത ലഗ്നത്തിൻ്റെ അഭികാമ്യത. അപ്പോൾ ദോഷ നിവർത്തി വരുത്തിക്കൊണ്ട് മുഹൂർത്ത ലഗ്നത്തിൻ്റെ നിന്ദ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് യഥാവിധി പ്രായശ്ചിത്തം ചെയ്താൽ ദോഷങ്ങൾ മാറിക്കിട്ടും. ദാന, ഹോമ, അർച്ചനാദികൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് മുഹൂർത്തം നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. രാഹുമന്ദ കുജാലഗ്നേ ശുക്രപാപശ്ച സപ്തമേ അഴിപാറെട്ടിലെ ചന്ദ്രൻ അഷ്ടമേജ മഹീസുത. വർജിക്ക സർവ കാര്യേഷ്യ മണ്ഡലേ നിന്ദിതോ ഗുരു. മുഹൂർത്ത ലഗ്നത്തിൽ രാഹു, കുജൻ, മന്ദൻ പാടില്ല. 7 ശുക്രനും പാവഗ്രഹങ്ങളും പാടില്ല. അഴിവ് 12. മുഹൂർത്ത ലഗ്നത്തിൻ്റെ 6, 8, 12 ചന്ദ്രൻ പാടില്ല. മഹീസുതൻ കുജൻ, ചൊവ്വ. മുഹൂർത്ത ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ കുജനും എല്ലാ മുഹൂർത്തത്തിനും വർജിക്കണം. മണ്ഡലഭാവം 12ാം ഭാവം. മുഹൂർത്ത ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിൽ ഗുരു വരുന്നതും നിന്ദ്യനാണ്. അതുപോലെ തന്നെ പൃഷ്ടാവിൻ്റെ ജനിച്ച നാളിൻ്റെ ഗോമാംസ നാളുകൾ 3, 5, 7 നാളുകൾ 88ാം കാലും 108ാം കാലും. ജനിച്ച കൂറിൻ്റെ 8ാമത്തെ രാശി, ജനന ലഗ്നത്തിൻ്റെ 8ാമത്തെ രാശി, ഇവ രണ്ടും മുഹൂർത്തത്തിന് ഒട്ടും പറ്റിയതല്ല.
മുഹൂർത്തലഗ്നത്തിൻ്റെ അഷ്ടമരാശി ഭ്രഷ്ടാവിൻ്റെ കൂറായിരിക്കുവാനും പാടില്ല. ചതുർത്ഥി 2, അഷ്ടമി 2, നവമി 2, ചതുർദശി 2, അമാവാസി, ശുക്ലപക്ഷ പ്രതിപദത്തിൻ്റെ ആദ്യ പകുതി ഇവ എല്ലാ മുഹൂർത്തങ്ങൾക്കും വർജിക്കണം. എന്നാൽ നവമി 2ഉം വിദ്യാരംഭത്തിനും കൃഷ്ണാഷ്ടമി വിവാഹത്തിനും സ്വീകരിക്കാവുന്നതാണ് എന്ന് വിഷ്ടികരണം എല്ലാ മുഹൂർത്തങ്ങൾക്കും തീർച്ചയായും വർജിക്കണം. സ്ഥിരകരണങ്ങൾ പുഴു, നാൽക്കാലി, പൂള്, പാമ്പ് ഇവ എല്ലാ മുഹൂർത്തങ്ങൾക്കും വർജ്യങ്ങളാണ്. ഗുളികകാലവും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും രാഹുകാലവും എല്ലാ മുഹൂർത്തത്തിനും വർജിക്കേണ്ടതാണ്. മുഹൂർത്തം നാഴികാദ്വയം. അമരകോശം. ഒരു മുഹൂർത്തം 2 നാഴികയിൽ കൂടാൻ പാടില്ല. 1 നാഴിക 24 മിനിറ്റ്, 2 നാഴിക 48 മിനിറ്റ്. കുറയുന്നതിൽ തെറ്റില്ല. നട്ടുച്ചയ്ക്ക് അപ്പുറവും ഇപ്പുറവും 5 വിനാഴിക 2 മിനിറ്റ് വീതം, 1 വിനാഴിക 10 വിനാഴിക 4 മിനിറ്റ് എല്ലാ മുഹൂർത്തത്തിനും വർജ്യമാണ്. മുഹൂർത്ത ലഗ്നത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും 7ാം ഇടം ദൃഷ്ടി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മുഹൂർത്തത്തിൽ ചിന്തിപ്പതില്ല കേതുവിനെ ഗണിത അദൃശ്യനാകയാൽ. കാലദീപം എന്ന ഗ്രന്ഥത്തിലെ പ്രമാണമാണ്. പിന്നീട് അഭിജിത്ത് മുഹൂർത്തം എന്നൊരു മുഹൂർത്തം കൂടെ പറയുന്നുണ്ട്. അഭിജിത് നാമ മധ്യാനോ മുഹൂർത്തോ വൈഷ്ണവ സ്മൃത ചക്രമാദായ ഭഗവാൻ വിഷ്ണുദോഷാൻ വ്യാപോഹതി. നട്ടുച്ച സമയത്തുള്ള അഭിജിത്ത് മുഹൂർത്തം വൈഷ്ണവ മുഹൂർത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. വിഷ്ണു ഭഗവാൻ സുദർശന ചക്രമയച്ചു ആ സമയത്തുള്ളതായ എല്ലാ ദോഷങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു. അതിനാൽ അഭിജിത്ത് മുഹൂർത്തം അതിവിശിഷ്ടമായി എല്ലാവരും കരുതുന്നു. അഭിജിത്ത് മുഹൂർത്തം കാണുക. 1189 ഇടവമാസം 15-ാം തീയതി. ഉദയം 6:07 AM, അസ്തമയം 6:32 PM. ഉദയം മുതൽ അസ്തമയം വരെ സമയം അസ്തമയം 18:32, ഉദയം 6:07. ദിനമാനം 12:25. 12:25 ഭാഗം 2 6:12. 6:12 കൂടെ ഉദയം 6:07. ദിനമദ്യം വരുന്നത് 12:19. അഭിജിത്ത് മദ്യം വരുന്നത് 12:19. അഭിജിത്ത് മുഹൂർത്തം 11:55 മുതൽ 12:43 വരെ ആണ്. പൂർവ അഭിജിത്തെന്നും ഉത്തര അഭിജിത്തെന്നും 2 മുഹൂർത്തമുണ്ട്. എന്നാൽ അഭിജിത്ത് മധ്യം നട്ടുച്ച ആണല്ലോ. നട്ടുച്ചയ്ക്ക് 5 നാഴിക 2 മിനിറ്റ് അപ്പുറവും ഇപ്പുറവും വീതം 4 മിനിറ്റ് വർജിക്കണം എന്നും അമരകോശത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആയതിനാൽ ഒരു അഭിജിത്ത് മുഹൂർത്തം 22 മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്ന സത്യം പ്രത്യേകം ഓർമ്മിക്കണം. ഇവിടെ ഉദാഹരണത്തിൽ അഭിജിത്ത് മുഹൂർത്തം 11:55 മുതൽ 12:43 വരെ ആണല്ലോ. 11:55 മുതൽ 12:19 വരെയുള്ള 22 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൂർവ അഭിജിത്ത് എന്ന് പറയുന്നു. 12:19 മുതൽ 12:43 വരെയുള്ള രണ്ടാമത്തെ ഭാഗത്തെ ഉത്തര അഭിജിത്ത് എന്നും പറയപ്പെടുന്നു. ഇവിടെ പൂർവ അഭിജിത്ത് 11:55 മുതൽ 12:17 വരെ 22 മിനിറ്റ്. ഉത്തരവ അഭിജിത്ത് 12:21 മുതൽ 12:43 വരെ 22 മിനിറ്റ് മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ. നന്ദി, നമസ്കാരം.